ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ലേറ്റസ്റ്റ് വീഡിയോ ആണ്. ഒരു 3-4 ദിവസം മുന്നത്തെ വീഡിയോ. ഇത് പ്രത്യേകിച്ച് പറയാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വീഡിയോ നമ്മൾ ഓണത്തിന് മുന്നത്തെ വീഡിയോ ആണ് ഇട്ടിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മിസ്പ്ലേസ് ആയി പോയി കുറേ വീഡിയോസൊക്കെ. അപ്പോൾ അതൊക്കെ തട്ടിക്കൂട്ടിയിട്ട 1-2 വീഡിയോ ആണ് കഴിഞ്ഞ 2 പ്രാവശ്യം കണ്ടത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 3-4 ദിവസമായിട്ടുള്ളൂ എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവരുടെയൊക്കെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും. ചില ചെടികളൊക്കെ നല്ല എന്താ പറയുക, നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ചിലതൊക്കെ കുറച്ച് വിഷമത്തിലാണ്, എന്നാലും കുഴപ്പമില്ല, കുറച്ച് എല്ലാവരും നന്നായി ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കണ നമ്മളെ നോർമൽ റൂട്ടീനാണ്. ഓഫീസിൽ നിന്ന് വരണു, ചായ കുടിക്കണു, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കോഴികൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ കോഴികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ 2 വലിയ കോഴികളാണ്, ബാക്കി എല്ലാം കുഞ്ഞുങ്ങളാണ്. 10 എണ്ണം. അപ്പോൾ അവരെ നെറ്റിൻ്റെ ഉള്ളിലാണ് ഇട്ടിരുന്നത്, കൂട്ടിൽ തന്നെ. ഇപ്പോൾ അവരെ ഞാൻ നെറ്റ് ഒരു 3-4 ദിവസം മുന്നേ നെറ്റ് എടുത്ത് മാറ്റി അവരെ സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. പക്ഷേ വലിയ ആൾക്കാർ കുറച്ചൊന്ന് കൊത്തണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവർ ഓക്കെ ആയിട്ടുണ്ട്, ഇപ്പം അവർ യൂസ്ഡായി. അപ്പോൾ അവർക്കും പേടി മാറി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അവർ അവരുടെ രീതിക്ക് അങ്ങനെ പോകണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാർവെസ്റ്റ്, നമ്മൾ ഓണത്തിൻ്റെ സമയത്തും അങ്ങനെയൊക്കെ കുറേ മിളകുകൾ ഞാൻ ദിവസവും പൊട്ടിക്കാറുണ്ട്. പിന്നെ നമുക്ക് പൊട്ടിക്കാനായിട്ട് മിക്ക ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ വഴുതിനിങ്ങ. അപ്പോൾ വഴുതിനിങ്ങ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പച്ച വഴുതിനയാണ്. ഇത് താഴെ നട്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷം ആവാറായില്ല, 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒക്കെ പൊട്ടിക്കുകയാണ്. പിന്നെ വഴുതിന എന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പോൾ കണ്ടല്ലോ, ഹൈറ്റ് എന്നെക്കാളൊക്കെ വലുതായി, നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് തല വെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മഴ കൂടുതലുള്ളത് കാരണമാണോ എന്നറിയില്ല, കുറച്ച് കേടുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലയൊക്കെ വെട്ടി കളയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഇലകൾക്കൊക്കെ ചെറിയ കേടുകൾ തോന്നുന്നുണ്ട്, അങ്ങനെ ചുരുണ്ടൊക്കെ തുടങ്ങുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ മിളകുണ്ട്. അപ്പോൾ ആ മിളകിന് വെയിൽ കാര്യമായിട്ട് കിട്ടണില്ല, ഇവരിങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ട്. അപ്പോൾ അവരുടെ ഇലകളൊക്കെ ഒന്ന് വെട്ടി നോക്കും ആദ്യം. പിന്നെയും ഇവരിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. മിളകെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തല വെട്ടിക്കളയും. അപ്പോൾ തലയല്ല, കുറച്ച് ഇപ്പം എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും പൊടിച്ച് നന്നായി വരും. ഇതിപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടുണ്ട് വെട്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് വഴുതനങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കട അല്ലെങ്കിൽ 2 കടയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും കഴിക്കുന്നവരാണെങ്കിൽ ശരിക്കും അവർക്ക് നന്നായിട്ടൊരു തോരൻ വയ്ക്കാനുള്ളതൊക്കെ നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ പറ്റുള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും വഴുതനങ്ങ കഴിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളുടെ അടുത്തുള്ളത് നമ്മളുടെ വെണ്ടക്കായ നമ്മൾ മുന്നും കാണിച്ചിട്ടുണ്ട്. വെണ്ട ഒരു 3-4 വെണ്ടമ്മ ആണ് ഇപ്പോൾ നമുക്ക് വെണ്ടക്കായ ഉണ്ടാവണുള്ളൂ. ഇതെല്ലാം നമ്മൾ ഈ കൊല്ലത്തെ സെക്കൻഡ് സ്റ്റേജിൽ വെച്ചിട്ടുള്ള ആ ഒരു 3-4 വെണ്ട, 5 തയ്യോ മറ്റോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ 4 എണ്ണത്തിലും ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് വളരെ കുറച്ചാണ്. അത് നമുക്ക് സാമ്പാറിലേക്കുള്ള വെണ്ടക്കായ മാത്രമാണ് കിട്ടുന്നത്. പിന്നെ ഈ മുളക് ഞാൻ ഈ വഴുതിനയുടെ താഴെ ഞാൻ പറഞ്ഞില്ലേ, അതും ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്. സത്യത്തിൽ മറ്റുള്ള മുളകുകളല്ല, സിറാമുളകൊന്നുമല്ല, ഈ എന്തായിരുന്നു ഇതിൻ്റെ പേര്, വെള്ളക്കാന്താരി, ഇനി കടലാസ് മുളക്, എന്തൊക്കെയോ പേരുണ്ട്, വൈറ്റാണ്. അപ്പോൾ പക്ഷേ താഴെ വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവും. പിന്നെ എന്താ പറയുക, നല്ല എരിവാണ്, നല്ല മുളകാട്ടാ. അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ ഞാൻ താഴെ വീണ് തന്നെ മുളയ്ക്കുന്നുണ്ട് കുറേ തൈകൾ. അപ്പോൾ അവരെയൊക്കെ ഞാൻ പറിച്ചിപ്പോൾ വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഇത്രയും സാധനങ്ങൾ നമുക്ക് ജസ്റ്റ് ഒരു ഈവനിങ്ങിൽ ഇങ്ങനെ വന്ന് വെറുതെ ഒരു പാത്രം നമ്മളുടെ കോഴിക്ക് കൊടുത്ത പാത്രത്തിൽ കിട്ടി. അതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കുട്ടി ഹാർവെസ്റ്റ് വിശേഷങ്ങൾ. ഇനി ഇതാണ് നിങ്ങൾക്ക് കാണിക്കാനുള്ള അപ്ഡേറ്റ്. നമ്മൾ ആ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളുടെ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നില്ലേ, വെണ്ടയും ചീരയും സുന്ദരി ചീരയൊക്കെ നട്ടത്. അപ്പോൾ അവരെയൊക്കെ നോക്കിയാൽ നല്ല സുന്ദരികളായിട്ടില്ലേ, സുന്ദരി ചീരകൾ എന്ന് പറഞ്ഞാൽ സുന്ദരി ചീരകളായിട്ടുണ്ട്. വെണ്ടയൊക്കെ നന്നായി ഒരു അടിയൊക്കെ ഹൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വയലറ്റ് മുളക് ഉണ്ടായിരുന്നു, അവർ ഈ ഭാഗത്താണ്. ഇതിൽ വെണ്ടയുണ്ട്, വയലറ്റ് മുളകുണ്ട്. കുറേ ഞാൻ പറഞ്ഞല്ലോ മഴ സമയത്ത് കുറച്ചൊക്കെ വയലറ്റ് മുളക് പോയി, അതുകൊണ്ട് എന്നാലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നിൽക്കുന്നത് മൊത്തം സുന്ദരി ചീരയും നമ്മളുടെ ഇതുമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല വെയിലാണ്. അതായത് ചിലപ്പോൾ എന്താ പറയുക, രാത്രിയൊക്കെ ചിലപ്പോൾ ഒന്ന് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞല്ലോ അടിച്ച മണ്ണായി കാരണം ഭയങ്കര ഇങ്ങനെ പൊള്ളണ വെയിലാണ്. അപ്പോൾ ഞാനൊരു സ്പ്രിംഗ്ലർ വാങ്ങിച്ചു. കാരണം എനിക്ക് സമയം സത്യം പറയാൻ വെച്ചാൽ തികയില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഭാഗത്തെങ്കിലും ഈ സ്പ്രിംഗ്ലർ ഓൺ ആക്കിയിട്ടിട്ട് പോവുകയാണെങ്കിൽ, ഇതൊരു അത്യാവശ്യം നല്ല ഏരിയ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഒരു 250 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ ഈ ഭാഗം
നമ്മൾ സ്പ്രിങ്ക്ലർ ഓൺ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ, വേറെ സൈഡിൽ കൂടെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. വേറെ ആ പറമ്പിലപ്പുറത്ത് മണ്ണ് മാറ്റൽ, അങ്ങനെ വളടൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് അത്യാവശ്യം ഒന്ന് നനഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ എനിക്കത് മാറ്റി വെക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഞാൻ മാറ്റി വെക്കാറില്ല, ഞാൻ ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് വെക്കുന്നത്. കാരണം ഇവർക്ക് തന്നെ, കാരണം ഈ ഏരിയയിൽ ഇതിങ്ങനെ റൗണ്ട് ആ ഡയമീറ്ററിൽ കറങ്ങുമ്പോൾ മാക്സിമം കിട്ടേണ്ട ചെടികൾക്കെല്ലാം എന്താ പറയുക നന്നായി വെള്ളം കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ല സ്പോട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഏരിയയിൽ കണ്ടോ, ഈ കോഴിക്കോടിൻ്റെ ഏരിയയിൽ ഇവിടെ നമ്മൾ പയർ, അന്ന് ഞാൻ പറഞ്ഞില്ലേ പയർ നടാനായിട്ട് കുഴി കുത്തി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ പയറൊക്കെ നട്ട് കുറച്ച് ദിവസമായിട്ടാണ്, ഒന്നര ആഴ്ചയൊക്കെ ആയിട്ടുണ്ട്. ജിഫെ ബാഗിൽ ഉണ്ടായിരുന്ന പയറുകൾ ഇത് 2 എണ്ണം വെച്ചിട്ടാണ് നട്ടിരിക്കുന്നത്. കണ്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ, ഇതിപ്പോൾ ഇപ്പോൾ 2 മാസമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇവർ നെറ്റിൻ്റെ ഉള്ളിലിട്ട കാരണമാണോ എന്നറിയില്ല, കുറച്ചിങ്ങനെ ഭയങ്കര അത്ര വലിപ്പം വെച്ചിട്ടില്ല. ഇനി വേണം അവർ ഒന്ന് ഉഷാറായി വരാനായിട്ട്. പിന്നെ നമ്മുടെ ഈ പയറുകൾ കണ്ടില്ലേ, അപ്പോൾ ജിഫി ബാഗിൻ്റെ ഉള്ളിൽ വെച്ചതാണ് ഈ സൈഡിൽ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല പെരിച്ചാഴിയുടെ ശല്യമുണ്ട്. അപ്പോൾ ജിഫി ബാഗിൻ്റെ ഉള്ളിൽ വെച്ച പയറുകൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ 2 ദിവസം കൂടുമ്പോൾ ഓരോന്നും ഇങ്ങനെ മാന്തിയിടും പെരിച്ചാഴി. കണ്ടേ നമ്മുടെ മിളകുകളൊക്കെ, ഇതൊക്കെ തലനുള്ളിയ കാരണം കേട്ടോ അങ്ങനെ വിഷമത്തിൽ നിൽക്കണത്. അങ്ങനെ അത്ര ഉഷാറില്ലാതെ നല്ല ഭംഗിയിൽ നിന്നിരുന്നതാണ്. ഞാൻ ഒക്കത്തിൻ്റെ തലനുള്ളി ഇല്ലെങ്കിൽ നമുക്കറിയാലോ, തലനുള്ളിയാലാണ് കുറേ ശിഖരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ ഒരു 4 ചട്ടിയിലും പൊട്ടി മിക്സൊക്കെ നിറച്ചിട്ട് ഇത് പയർ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അത് നമ്മളുടെ ഏതായിരുന്നു നമ്മുടെ ടെൻ്റ് ഉണ്ടല്ലോ, ഫിഷ് ടാങ്കിൻ്റെ, അതുമ്മ കിട്ടിയിട്ടുണ്ട്. ഇതും ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ വീഡിയോയിൽ, നമ്മളതാണ് ഉദ്ദേശിക്കണമെന്ന്. കാരണം കയറ് നമ്മളുടെ നമുക്ക് പന്തലിടാനൊന്നും സ്ഥലമില്ല വലിയ കാര്യമായിട്ടുള്ള. അപ്പോൾ നമ്മൾ ചെറിയ ചൂടിക്കയർ തന്നെയായിരിക്കും നിങ്ങളും പറയുന്നുണ്ടാവുക, എനിക്കറിയില്ല, കനം കുറഞ്ഞ കയറ് നമ്മൾ ആ ഗ്രില്ലുമ്മ കെട്ടിയിട്ട്, പിന്നെ പയർ 2 എണ്ണമല്ലേ പടരണ്ടോ, അത്ര വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, അത് ഓക്കെ ആവും. കെട്ടി താഴെ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ, കാരണം ഇവർ വള്ളി വീശി തുടങ്ങിയിട്ടില്ല. വള്ളി വീശി തുടങ്ങുമ്പോൾ, അതായത് കയറി ചുറ്റാൻ തുടങ്ങുമ്പോഴേക്കും വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലും താഴെ കൊണ്ട് അതുമ്മ വേണം ഇത് വെക്കാൻ, എന്നാലാണ് അവർക്ക് സ്ട്രോങ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഓരോരോ പരിപാടികളും ഐഡിയകളൊക്കെ ആയിട്ട് ഈ ഒരു, എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞിട്ട് ഒരു എത്രയായി ഓണം കഴിഞ്ഞിട്ട് 1.5 ആഴ്ചയായി തോന്നുന്നുണ്ട്. ആ ഒരു 1.5 ആഴ്ചയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ആ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഇവിടെ നമ്മളെ റംബൂട്ടാൻ ഉഷാറായി വരുന്നുണ്ട്. അതിൻ്റെ കടക്കെ ഒരു മിളകുണ്ട്. പിന്നെ നമ്മളുടെ ഇപ്പുറത്ത് പൊമഗ്രനേറ്റും ഓറഞ്ചും ഉണ്ട്, അതിൻ്റെ കടക്കലും ഉണ്ട് മിളക്, പരമാവധി മിളക്. കാരണം നമുക്കറിയാം മുളക് എന്ന് പറയുന്ന സാധനം നമുക്ക് എന്തോരം ഉണ്ടായാലും മതിയാവില്ല. അപ്പോൾ അതും ഏറ്റവും സേഫാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വേറെ സന്തോഷം, അത് വേറെ കാര്യം. പിന്നെ ഇത് നമ്മളുടെ റംബൂട്ടാൻ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഇതിപ്പോൾ ഒരു 2.5-3 വർഷം ആയ നമ്മുടെ റംബൂട്ടാനാണ്. അപ്പുറ സൈഡിലൊരെണ്ണം ഉണ്ടായിരുന്നു മുന്നേ, അത് ഉണ്ടായതുമായിരുന്നു, പക്ഷെ അത് ഉണങ്ങിപ്പോയി. നമ്മളുടെ കോഴിക്കോട് പണിത് ആ സിമെൻറ്റിൻ്റെ ഇതൊക്കെ. അപ്പോൾ ഇതാണ് ഇനി എൻ്റെ ഒരു പ്രതീക്ഷ. N18 ആണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു വെച്ചിരിക്കണതാണ്. അറിയില്ല നാടനെങ്ങാനാണോ എന്നറിയില്ല. എന്തായാലും നല്ല നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത് ഈ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങിച്ച എല്ലാ ആ സെയിം നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ്. വളരെ ചെറുത്, 3 അടിയല്ല, 1 അടി 1.5 അടി അത്രയ്ക്കുള്ള വലുപ്പത്തിലാണ് വാങ്ങിച്ചത്. പക്ഷെ നന്നായി വരുന്നുണ്ട്. ആ ടെൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് ഉണ്ട് അപ്പുറത്ത്, അത് മാത്രമാണ് ഒരു പ്രശ്നം. അപ്പോൾ ഈ താഴത്തേക്ക് ഇങ്ങനെ കിടക്കുക, ഇനിയിപ്പോൾ താഴത്ത് കിടന്ന് ഫംഗസ് ബാധയൊന്നും വരണ്ട വെച്ചിട്ട്. പിന്നെ അതുമല്ല, താഴെ വല്ലതും വന്ന് ഇരുന്നാൽ പോലും കാണില്ല. അപ്പോൾ താഴത്തെ നമ്മളുടെ ചാഞ്ഞ് കിടക്കണ കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ, കൊമ്പുകളല്ല ചില്ലകൾ, കൊമ്പുകൾ എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ ഒന്ന് വെട്ടിക്കളയാന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ റംബൂട്ടാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പിന്നെ ഇതിനൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്പുറത്ത് വാഴക്കൂട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ട്. പക്ഷേ ഈ ഒരു സൈഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഓപ്പൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ടാണ് വരുന്നത്. ഈ സൈഡിലേക്ക് വളർന്ന് കൊമ്പ് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു സൈഡിലെങ്കിലും കായ് ഉണ്ടാവട്ടെ, അങ്ങനെ വിചാരിച്ച് ആശ്വസിക്കാം. ഇക്കൊല്ലം ഉണ്ടാവേണ്ടതാണ്. 3 വർഷം എന്നൊക്കെയാണല്ലോ നമ്മൾ പറയണത്, ഉണ്ടാവുമായിരിക്കും. പിന്നെന്താ, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വാഴ, അതുമ്മലും ഈ എന്തായാലും ഈ മറ്റേ കത്രിക പോലത്തെ സാധനം എടുത്തുല്ലോ, അത് എടുക്കലേ വളരെ കുറവാണ്. അത് എടുക്കേണ്ട ആവശ്യം എനിക്ക് അങ്ങനെ വരാറില്ല. അപ്പോൾ അതെടുത്തപ്പോൾ അതിൻ്റെ മറ്റേ ഉണങ്ങിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെത്തിയിട്ടു. പിന്നെ ഒരു എന്താ പറയുക, ഒരു വിഷമമുള്ള കാര്യമുണ്ട്, ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ 3 പാളയംകുടൻ അവിടെ കാണുന്നുണ്ട്. അതിൽ 3 എണ്ണത്തിലും എന്താ പറയുക, സെയിം ഏജുള്ള കൊലകൾ. ഓക്കെ, അത് മൂക്കാറായി നിൽക്കുന്നുണ്ട്. അതാണ് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയണത്.
വിഷമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിയറ്റ്നാം വെള്ളി അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ അത്. ആകെ എന്താ പറയുക, ഉണങ്ങി. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഈ നല്ല മഴകളുണ്ടായിരുന്നില്ലേ ഈ ഓണത്തിൻ്റെ ആ സമയത്തൊക്കെ, ഒരു നല്ല മഴ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇരുന്ന് വേരിന് എന്തെങ്കിലും ഫംഗസ് ബാധ വന്നതാണോ എന്താണെന്നറിയില്ല. ഞാനാണെങ്കിൽ അതിൻ്റെ സത്യം പറയുകയാണെങ്കിൽ ചക്ക ഉണ്ടാവണത് എണ്ണ ഇരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇതിൻ്റെ താഴെ തൊട്ടേ ഇപ്രാവശ്യം ചക്ക ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ട് ഞങ്ങൾ എത്ര 4-5 എണ്ണം ഉണ്ടായിരുന്നു. ഞങ്ങളത് മുറിക്കൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്രാവശ്യം ഇതുപോലെ തന്നെ കുറേ കുഞ്ഞി ചക്കയല്ല, എന്താ പറയാന്നറിയില്ല, അതിന് ചെറുതായിട്ടുള്ളൂ, ഒരു 4-5 സെൻറ്റിമീറ്റർ അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എണ്ണും കൂടെ ചെയ്തു, ഇതൊക്കെ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ എന്താ ഉണ്ടായെന്നറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ വിയറ്റ്നാം വെള്ളിയുടെ കുറേ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടു നോക്കി ഇതെന്താണ് പ്രശ്നം എന്നറിയാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇത് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അതിന് പെട്ടെന്ന് ഫംഗസ് ബാധയും കാര്യങ്ങളൊക്കെ നിൽക്കും. കൂടുതൽ വെയിലായാലും പ്രശ്നമാണ്, കൂടുതൽ വെള്ളം കെട്ടി നിന്നാലും പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമൊന്നുമല്ല, നല്ല ഹൈറ്റിലാണ് നിൽക്കണത്. എന്താ പ്രശ്നം ഉണ്ടായെന്നറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഫംഗസ് ബാധ വന്നതായിരിക്കാം. എനിവേ, പക്ഷേ ഞാൻ വിട്ടുകൊടുക്കും ഇല്ല. ഞാൻ ഒരു വിയറ്റ്നാം വെള്ളിക്ക് പകരം 2 വിയറ്റ്നാം വെള്ളി വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം റെഡും ഒരെണ്ണം നോർമലും. അപ്പോൾ അവരെ വെക്കണം. പക്ഷെ ഒരാളെ ഞാൻ വലിയ ഡ്രമ്മിലാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി താഴത്ത് വെക്കാൻ എനിക്ക് ധൈര്യമില്ല. ഒരാളെ താഴെ എവിടെയെങ്കിലും വെക്കണം. കാരണം സത്യം പറയാന്ന് വെച്ചാൽ താഴെ ഇനി വെക്കാനുള്ള സ്ഥലമുള്ള ചെടികൾ തന്നെ നമ്മളിങ്ങനെ ട്രിം ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇരുട്ടായി വരിക. കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, 4.5 സെൻറ്റൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അതാണ് അതിൻ്റെ വിശേഷം. ഇത് നമ്മളുടെ വഴുതിനി ഫസ്റ്റ് ന്യൂട്രീഷൻ ഗാർഡൻ്റെ ചെടികൾ കിട്ടിയ ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് നട്ടത് നമ്മൾ വഴുതിനിങ്ങയാണ്. അപ്പോൾ ആ വഴുതിനിങ്ങ ഉഷാറായി വരുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിച്ചാഴികളൂടെയൊക്കെ നിറച്ചോട്ടയൊക്കെ ഉണ്ട്. എന്നാണ് ഇവരെ കട മാന്താന്നറിയില്ല. ഇപ്പോൾ കടയിലേക്കൊന്നും വരുന്നില്ല, സൈഡിലൊക്കെയാണ് കുഴി ഒഴിച്ചു വിട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നെ വേറെ നമ്മൾ പാവിയിട്ടത് ഏതായിരുന്നു, നമ്മളുടെ കൈപ്പയ്ക്ക ഉണ്ടായിരുന്നു, പടവലങ്ങ ഉണ്ടായിരുന്നു. കൈപ്പയ്ക്കയും പടവലങ്ങയും അതാണ് ഞാനിവിടെ പടർത്താനായിട്ട്. ഇത് വലിയ ചട്ടിയാണ് കേട്ടോ, നമ്മളുടെ നോർമൽ ചട്ടിയല്ല, അതിനേക്കാളും വലിയ സൈസ് ചട്ടി വാങ്ങിച്ച് അതിലാണ് നമ്മൾ പടർത്താൻ പോകണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയണത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.